celebrating 13 colorful years of capturing heartbeats of Carolites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളും മികച്ച കലാപരിപാടികളും കൊണ്ട് ഫൊക്കാന ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയന്റെ പ്രവർത്തനോദ്ഘാടനവും കലാമേളയും വേറിട്ടതായി. ഒരു മിനി കൺവെൻഷന്റെ പ്രതീതി ഉളവാക്കുന്നതായിരുന്നു റീജിയണൽ ഉദ്ഘാടന പരിപാടികൾ. ന്യൂയോർക്ക് ടൗൺ ഹൈറ്റ്സിൽ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന്റെ മനോഹരമായ ഓഡിറ്റോറിയത്തിലായിരുന്നു അത്യന്തം ഹൃദ്യമായ പരിപാടി. ചെണ്ടമേളത്തോടെ അതിഥികളെ വരവേറ്റു. സാജൻ മാത്യു ആമുഖ പ്രസംഗം നടത്തുകയും MC ഷൈനി ഷാജനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കൻ ദേശീയ ഗാനം അലീന മാത്യുവും ഇന്ത്യൻ ദേശീയ ഗാനം അഖിൽ വിജയകുമാറും ആലപിച്ചു. സ്വാഗത പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത RVP ആൻഡോ വർക്കെ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. റീജിയണൽ തലത്തിലെ ഭാരവാഹികളെ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. റീജിയണൽ തലത്തിലാവുമ്പോൾ എല്ലാവരും സുഹൃത്തുക്കളും എന്നും കാണുന്നവരുമായിരിക്കും. അപ്പോൾ മത്സരം ഒരു കല്ലുകടിയായി കടിക്കും. ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ളവരുമാണ് എന്നും കാണുന്നവരൊന്നുമല്ല. കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന 6 ഡാൻസ് സ്കൂളുകൾക്കും ഗായകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഓഡിറ്റോറിയം നൽകിയ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിന് വികാരി ഫാദർ നൈനാൻറ്റി ഈശോയ്ക്കും നന്ദി പറഞ്ഞു. ഫൊക്കാന പ്രസിഡന്റ് സജിബോൺ ആന്റണി, റോക്ക്ലാൻഡ് ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, റീജിയണൽ വൈസ് പ്രസിഡന്റ് ആൻഡോ വർക്കി, ട്രഷറർ ജോയി ചാക്കപ്പൻ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ അപ്പക്കുട്ടൻ പിള്ളൈ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയുടെ പ്രസംഗം സംഘടനയുടെ പ്രവർത്തന രൂപരേഖ വരച്ചു കാട്ടുന്നതായിരുന്നു. ഇലക്ഷൻ സമയത്ത് താനാണ് പറഞ്ഞ ഡ്രീം ഇന്ന് ഫൊക്കാന കുടുംബത്തിന്റെ ഡ്രീം ആണെന്ന് സജിമോൻ പറഞ്ഞു. നല്ലൊരു ഇലക്ഷൻ കഴിഞ്ഞു. ആൻഡോ പറഞ്ഞ പോലെ ഇലക്ഷൻ ആകുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോക്കും. അതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ അവിടെ തീർന്നു. അതിനുശേഷം ഒറ്റ കുടുംബം എന്ന ആശയത്തിൽ അടിയുറച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഫൊക്കാന ജൈത്രയാത്ര തുടരുന്നു. 20ാമത്തെ ടീമിനെ ലീഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് ഇതിലൂടെ കടന്നുപോയ 19 ഡ്രീം ലീഡേഴ്സിനെ ഓർക്കുന്നു, അവരെ നമിക്കുന്നു. സ്റ്റാറ്റസ് ഓഫ് യൂണിയൻ ഓഫ് ഫൊക്കാന ഈസ് ഗ്രേറ്റ്. ഡ്രീമിനോടൊപ്പം പറഞ്ഞ രണ്ടാമത്തെ വാക്കാണ് കുടുംബം. അതോടൊപ്പം കൾച്ചറൽ അഥവാ സംസ്കാരം. നമ്മൾ ഇവിടെ വന്നത് ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനുമാണ്. ഈ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുമാണ്. നമ്മുടെ സംസ്കാരം നിലനിർത്താനാണ് ഫൊക്കാനയെ പോലുള്ള കേന്ദ്ര സംഘടനകൾ. അതോടൊപ്പമുള്ള വാക്കാണ് സർവീസ് അഥവാ സേവനം. നമ്മൾ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്ന വാക്ക്. സംസ്കാരവും സേവനവും എവിടെയുണ്ടോ അവിടെ മറ്റുള്ളവരോടുള്ള ആദരവുണ്ട്. അതിരില്ലാതെ പോകുമ്പോഴാണ് ചിലപ്പോൾ ചില ആളുകൾ ചില കോപ്രായങ്ങൾ കാട്ടി ഏതെങ്കിലും മീഡിയയിലൊക്കെ എഴുതി ഞെളിഞ്ഞിരിക്കുന്നത്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കരുത്. ഫൊക്കാനയിൽ 75 സംഘടനകളുണ്ട്. 8ഓ 10ഓ പുതിയ സംഘടനകളുടെ അപേക്ഷ വരുന്നുണ്ട്. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാവും. ഡ്രീം ടീം 22 പദ്ധതികളുമായി വന്നു. അതിന്റെ എണ്ണം കൂടുന്നു. അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിന്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിന്റെ ടീമുകളാണുള്ളത്. ഫൊക്കാന മെഡിക്കൽ കാർഡ് രാജഗിരിക്ക് പുറമെ പാലാ മെഡിസിറ്റി, ബെലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല എന്നിവയുമായി ധാരണയായി. 2 ഹോസ്പിറ്റൽ കൂടി ശ്രമിക്കുന്നു. മാർത്താണ്ഡം ഹോസ്പിറ്റൽ തിരുവനന്തപുരം, കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ. അത് ഈ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കി താങ്ക്സ് ഗിവിംഗ് സമ്മാനം അല്ലെങ്കിൽ ന്യൂ ഇയർ സമ്മാനമായി തുടങ്ങാമെന്നാണ് ആഗ്രഹം. ഫൊക്കാന മെമ്പേഴ്സിനായി ക്ലബ് കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ജോർജ് മലയിലിന്റെ നേതൃത്വത്തിൽ 10ഓളം IT ലീഡേഴ്സ് അറ്റ്ലന്റയിൽ അതിനായി പ്രവർത്തിക്കുന്നു. അതുവഴി മെമ്പേഴ്സിന് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും. US-ലും കേരളത്തിലും.
മൂന്നാമത്തേത് ഫൊക്കാന ഹെൽത്ത് ക്ലിനിക്കാണ്. അതിന് പ്രശ്നങ്ങളുണ്ട്. വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയാണ് ഇത്. AKMGയുമായി സംസാരിച്ചപ്പോൾ ഇവിടേക്ക് വന്നാൽ വഴക്കാണെന്നായിരുന്നു മറുപടി. അവരില്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ നഴ്സ് പ്രാക്ടീഷണർ, മെഡിക്കൽ പ്രാക്ടീഷണർ, ഡയഗ്നോസിസ് സെന്റർ നടത്തുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ആ ടീം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് സമയം ഫൊക്കാനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ വളരെ നല്ലതായിരിക്കും. എവിടെയൊക്കെയോ സംഘടനകൾക്ക് ഓഫീസുണ്ടോ അവിടെയൊക്കെ ആഴ്ചയിലോ മാസത്തിലോ ഒരു ക്ലിനിക് ചെയ്യാമെന്ന ആശയത്താൽ നാം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കമ്പ്യൂട്ടറിലും മറ്റും നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് ഇൻട്രോവേർട്ടായി. പലർക്കും കമ്മ്യൂണിക്കേഷൻ കഴിവില്ല. അതിനൊരു പരിഹാരമാണെന്ന നിലയിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സുമായി സഹകരിച്ച് ക്ലാസുകൾ ആരംഭിക്കും. ഇപ്പോൾ നമുക്ക് ലീഗൽ ടീമുണ്ട്. ഇനി ഫൊക്കാനയ്ക്കെതിരെ ഒരു കേസ് വന്നാലും ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കേണ്ടി വന്നാലും നമ്മൾ പുറകോട്ട് പോകില്ല. ന്യായത്തിന്റെ കൂടെയാണെങ്കിൽ അതിന് നമ്മുടെ പിന്തുണയുണ്ടായിരിക്കും. അതിനുള്ള ലീഗൽ ടീം ഫൊക്കാനയ്ക്കുണ്ട്. കാരണം ചില കാര്യങ്ങൾ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. അതിനി ഈ ടീമിനോ ഇനി വരാൻ പോകുന്ന ടീമിനോ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഫൊക്കാന ഒന്നേ ഉള്ളൂ. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പുറത്ത് നിർത്തണം, സജിമോൻ വ്യക്തമാക്കി. ഡോക്ടർ ആനി പോളിന്റെ സന്ദേശത്തിൽ നേട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന് ഫൊക്കാനയ്ക്കുള്ള കരുത്ത് എടുത്തുകാട്ടി. ഈ സംഘടനയിലൂടെയാണ് താനും രാഷ്ട്രീയ രംഗത്ത് വന്നത്. കൂടുതൽ പേര് അതിനായി മുന്നിട്ടിറങ്ങണം. സജിമോൻ ആന്റണിയും ടീമും 22 പരിപാടിയുടെ എണ്ണം കൂട്ടുന്നുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ബന്ധപ്പെടാനായി ഒരു ഔട്ട്റീച്ച് പേഴ്സണെ നിയോഗിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആരെ ബന്ധപ്പെടണമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള സഹായം ഏറെ പ്രശംസ അർഹിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. ആശംസ അർപ്പിച്ച മുൻ പ്രസിഡന്റും ഫൊക്കാന ഇന്റർനാഷണൽ ചെയറുമായ പോൾ കറുകപ്പള്ളി പോയ കാലങ്ങളും ഭാവിയുടെ പ്രതീക്ഷകളും പങ്കുവച്ചു. താൻ 2 തവണ പ്രസിഡന്റായപ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല. മത്സരമാണ് ഫൊക്കാനയെ ശക്തിപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ മത്സരത്തിന് 68 പേര് വന്നു എന്നും മത്സരമുണ്ടാകും. ആശംസാ പ്രസംഗത്തിൽ ഫിലിപ്പോസ് ഫിലിപ്പ് റീജിയണൽ സമ്മേളനം ഇത്ര വിപുലമായി നടത്തുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി. അതിന് ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഫൊക്കാന ഒന്നേ ഉള്ളൂ. ഫൊക്കാനയുടെ ഗ്രേഡ് മാർക്കും ഫൊക്കാനയുടേതാണ്. അത് മറ്റാർക്കും എടുക്കാനാവില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ലോഗോ ഇപ്പോൾ സ്റ്റേജിലെ ബോർഡിൽ കാണാത്തത്. അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി ഫൊക്കാന എക്കാലത്തും മുൻനിരയിൽ ഉണ്ടാകും. വയനാട് ഉരുൾപൊട്ടൽ സമയത്തും കുവൈറ്റിലെ തീപിടുത്തത്തിലും ഫൊക്കാന സഹായവുമായി എത്തിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 35 വർഷത്തെ സംഘടന പ്രവർത്തന പാരമ്പര്യവുമായാണ് താൻ ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ഫിലിപ്പോസ് ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. ഫൊക്കാന ട്രഷറർ ജോയി ചാക്കപ്പൻ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളൈ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, ഫൊക്കാന കേരള കൺവെൻഷൻ ചെയർ ജോയ് ഈട്ടൻ, ഫൊക്കാനയുടെ പ്രഥമ ട്രഷറർ തോമസ്, മുൻ ജനറൽ സെക്രട്ടറി ടെറസൻ തോമസ്, മത്തായി ചാക്കോ, ജോമോൻ വർഗീസ്, സജി പോത്തൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അലക്സ് എബ്രഹാം, സുനിൽ സാക്ക്, മേരി ഫിലിപ്പ്, മേരിക്കുട്ടി മൈക്കിൾ, കോശി കുരുവിള, ദേവസി പാലാട്ടി, വിമൻസ് ഫോറം സെക്രട്ടറി സുധി ബാബു, വിമൻസ് ഫോറം വൈസ് ചെയർ സരൂപ അനിൽ, ശോശാമ ആൻഡ്രൂസ്, ഉഷ ചാക്കോ, ഉഷ ജോർജ്, കെ ജോൺസൺ, വർഗീസ് ഒലഹന്നാൻ, ഫ്രാൻസിസ് കാരക്കാട്, ഷീല ജോസഫ്, നിരീഷ് ഉമ്മൻ തുടങ്ങി നിരവധി ഫൊക്കാന നേതാക്കൾ പങ്കെടുത്തു. റീജിയണൽ ഭാരവാഹികൾ ആയ ഷൈമി ജേക്കബ്, ലിജോ ജോൺ, സുനിൽ എണ്ണശ്ശേരിൽ, എബ്രഹാം കൈപ്പള്ളിയിൽ, ഇട്ടൂബ് ദേവസ്യ, ജെയിംസ് ഇളപ്പുരയിടത്തിൽ, ജിജി ടോം, മാത്യു ജോസഫ്, ജോർജ് കുഴിയാഞ്ഞാൽ, റോയ് ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഭിലാഷ് പുളിക്കത്തൊട്ടി നന്ദി പറഞ്ഞു. ജാനിയ പീറ്റർ, ബിൽജിൻ വർഗീസ്, കാനഡയിൽ നിന്നെത്തിയ പ്രമുഖ ഗായകൻ അഖിൽ വിജയകുമാർ, ശബരിനാഥ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മയൂര സ്കൂൾ ഓഫ് ആർട്സ്, രാധിക ബെഹലിന്റെ വിദ്യാർത്ഥികൾ, നാട്യമുദ്ര സ്കൂൾ ഓഫ് ഡാൻസ്, സ്വാസ്തിക ഡാൻസ് അക്കാദമി, NJ ടീം എന്നിവർ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. അശ്വതി കൃഷ്ണകുമാറിന്റെ മോഹിനിയാട്ടവും മികച്ചതായി. ഡിന്നറും ഡാൻസുമായി ചടങ്ങുകൾ പര്യവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.